പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 9 പുതിയ ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്റർ 1 എക്സസൈസ് സെറ്റ് 1.1 ആണ്. ഇതിന് മുമ്പുള്ള പോർഷൻ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഫിഗർ 1.3 ഷോസ് റയാൻസ് റൂം വിത്ത് പോയിൻറ്റ്സ് OA BC marking its corners. The x and y axis are marked in the figure. Point O is the origin. അപ്പോൾ ഇതാ നമുക്കിവിടെ ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. ഈ ഫിഗറിനകത്ത് OABC കോർണറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതാണ് OABC കോർണറാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ് ആക്സിസും വൈ ആക്സിസും തന്നിട്ടുണ്ട്. O ഈസ് ദി ഒറിജിൻ. ഇത്രയും കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ 1.3 ഫിഗർ റെഫറൻസ് ആയിട്ട് വെച്ചിട്ട് നമുക്ക് താഴെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നമ്മൾ ആൻസർ എഴുതണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇഫ് D1R1 റെപ്രസെൻറ്റ്സ് ദ ഡോർ ടു റയാൻസ് റൂം, ഹൗ ഫാർ ഈസ് ദ ഡോർ ഫ്രം ദി ലെഫ്റ്റ് വാൾ ഓഫ് ദി റൂം? ലെഫ്റ്റ് വാൾ എന്ന് പറയുന്നത് വൈ ആക്സിസ് ആണ്. ഈ വൈ ആക്സിസിൽ നിന്ന് ഈ ഡോറ് എത്ര ദൂരത്തിലാണ് എന്നുള്ളത് പറയണം. അപ്പോൾ D1R1 ആണ് ഡോറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതായത് ഇവിടം തൊട്ട് ഇവിടെ വരെ. ഇതാണ് R1, ഇതാണ് D1. ഇതാണ് ഡോറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലൈൻ. അപ്പോൾ ഇത് ഈ വൈ ആക്സിസിൽ നിന്ന് എത്ര ദൂരത്തിലാണ് എന്ന് പറയണം. എത്ര ദൂരത്തിലാണ് എന്നറിയാൻ ഇവിടെയാണ് ഡോറ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പോയിൻ്റ് നമ്മൾ നോക്കിയാൽ മതി. അന്നേരം നമുക്ക് ഈ വോളിൽ നിന്ന് എത്ര ദൂരത്തിലാണ് എന്നറിയാൻ പറ്റും അല്ലേ? എത്ര ദൂരത്തിലാണ്? എക്സ് ആക്സിസിൽ വരുന്ന ഡോർ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ പോയിൻ്റ് ഇവിടെ 8 യൂണിറ്റ്സ് ആണ് അല്ലേ? അപ്പോൾ എത്ര ദൂരത്തിലാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ദ ഡോർ ബിഗിൻസ് 8 യൂണിറ്റ്സ് ഫ്രം ദി വൈ ആക്സിസ്. അപ്പോൾ അതാ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് എന്തെഴുതാം? 8 യൂണിറ്റ്സ് ഫ്രം ദി വൈ ആക്സിസ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ഹൗ ഫാർ ഈസ് ദ ഡോർ ഫ്രം ദി എക്സ് ആക്സിസ്? എക്സ് ആക്സിസിൽ നിന്ന് എത്ര ദൂരത്തിലാണ്? അതായത് ഈ ആക്സിസിൽ നിന്ന് ഡോർ എത്ര ദൂരത്തിലാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഡോറിൻ്റെ പോയിൻറ്റ്സുകളെല്ലാം ഏത് ആക്സിസിലാണ് ലൈ ചെയ്യുന്നത്? എക്സ് ആക്സിസിലാണ് ലൈ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് തമ്മിൽ എക്സ് ആക്സിസും ഡോറും തമ്മിൽ എന്തില്ല? ഡിസ്റ്റൻസ് ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ദി എക്സ് ആക്സിസ് ഈസ് ഈക്വൽ ടു 0 യൂണിറ്റ് അല്ലേ? ദ റൂം ഡോർ ലൈസ് ഓൺ ദി എക്സ് ആക്സിസ്, സോ ഇറ്റ്സ് ഡിസ്റ്റൻസ് ഫ്രം ദി എക്സ് ആക്സിസ് ഈസ് ഈക്വൽ ടു 0 യൂണിറ്റ്സ്. അടുത്തത്, വാട്ട് ആർ ദി കോർഡിനേറ്റ്സ് ഓഫ് D1? D1ൻ്റെ കോർഡിനേറ്റ്സ് എന്താണെന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതാണ് പോയിൻ്റ് D1. D1ൻ്റെ കോർഡിനേറ്റ്സ് എന്ത് വരും? നമ്മുടെ പോയിൻ്റ് എക്സ് ആക്സിസിലാണ് ലൈ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കോർഡിനേറ്റ്സ് എഴുതുമ്പോൾ എപ്പോഴും ആദ്യം എക്സിലേതും രണ്ടാമത് വൈയിലേതുമാണ് എഴുതുന്നത്. അപ്പോൾ എക്സ് ആക്സിസിൽ ഇവിടെ എന്താണ്? 8 ആണ്. പോയിൻ്റ് എക്സ് ആക്സിസിലാണ് ലൈ ചെയ്യുന്നതെങ്കിൽ വൈ ആക്സിസ് എന്തായിരിക്കും എന്നാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്? വൈ ആക്സിസ് 0 ആയിരിക്കും. ഇനി നമ്മുടെ പോയിൻ്റ് വൈ ആക്സിസിലാണെങ്കിൽ എക്സ് ആക്സിസ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ D1ൻ്റെ കോർഡിനേറ്റ്സ് നമുക്ക് എന്തെഴുതാം? 8,0. അടുത്തത് തേർഡ് ക്വസ്റ്റ്യൻ, ഇഫ് R1 ഈസ് ദ പോയിൻറ്റ് 11.5,0, ഹൗ വൈഡ് ഈസ് ദ ഡോർ? അപ്പോൾ R1 എന്ന് പറയുന്നത് 11.5,0 ആണ്. അതായത് ഈ പോയിൻ്റ് എന്തായിട്ട് വരും? ഈ പോയിൻ്റ് 11.5ഉം ഈ പോയിൻ്റ് നമ്മൾ കണ്ടുപിടിച്ചു, ഇത് 8ഉം അല്ലേ? അപ്പോൾ ഈ ഡോറിൻ്റെ വിഡ്ത്ത് എത്രയാണ് എന്ന് നമ്മൾ പറയണം. അപ്പോൾ വിഡ്ത്ത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഇവിടം തൊട്ട് ഇവിടെ വരെ ഉള്ളതാണ് ഡോറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇതെത്രയാണ് എന്ന് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ വരെ ഈ പോയിൻ്റ് 11.5ഉം ഈ പോയിൻ്റ് 8ഉമാണ്. ഇത് രണ്ടും കൂടെ സബ്ട്രാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡോറിൻ്റെ വിഡ്ത്ത് കിട്ടും അല്ലേ? അപ്പോൾ എന്ത് വരും? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ R1 ആൻഡ് D1 അത് നമ്മൾ കണ്ടുപിടിച്ചാൽ മതി അല്ലേ? അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ D1 and R1 is equal to 11.5 minus 8 is equal to 3.5 യൂണിറ്റ്സ്. അപ്പോൾ ഇവിടെ ഡോറിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3.5 യൂണിറ്റ്സ് ആണ്.
ഇവിടെ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 1 ഫൂട്ടായിട്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് മുകളിൽ നമ്മളോട് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ നമ്മളോട് ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്കൊരു സ്റ്റോറി പോലെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് 1 സെൻറ്റിമീറ്റർ ഈസ് ഇക്വൽ ടു 1 ഫൂട്ടായിട്ടാണ് ശാലിനി എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 3.5 യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 3.5 ഫീറ്റാണ്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ 3 ഇഞ്ചസിലോട്ട് നമ്മൾ മാറ്റുന്നു. ഫീറ്റിനെ നമ്മൾ ഇഞ്ചസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ 1 ഫീറ്റ് എന്ന് പറയുന്നത് 12 ഇഞ്ചസ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 3 ഫീറ്റ്സ് എത്ര വരും? 12 ഇൻറ്റു 3 വരും, 36 ഇഞ്ചസ് വരും. അപ്പോൾ 3.5 ഫീറ്റ് എന്ന് പറയുമ്പം 3 ഫീറ്റും പിന്നെ 1 ഫീറ്റിൻ്റെ പാതിയും കൂടെ വരും അല്ലേ? അപ്പോൾ 1 ഫീറ്റ് 12 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ പാതി വരുമ്പോൾ 6 ഇഞ്ചസ് കൂടെ വരും. അപ്പോൾ 3.5 ഫീറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? 36 പ്ലസ് 6 ഇഞ്ചസ്, ദാറ്റ് ഈസ് 42 ഇഞ്ചസ് ആണ് വരിക. ഓക്കെ, 3.5 ഫീറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? 42 ഇഞ്ചസ് വരും. ഓക്കെ, ഡു യു തിങ്ക് ദിസ് ഈസ് എ കംഫർട്ടബിൾ വിഡ്ത്ത് ഫോർ ദി റൂം ഡോർ? അപ്പോൾ ഇത് ഒരു റൂം ഡോറിന് കംഫർട്ടബിൾ ആയിട്ടുള്ള വിഡ്ത്ത് ആണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അപ്പോൾ നമുക്കറിയാം ഒരു റൂം ഡോറിൻ്റെ, റെസിഡൻഷ്യൽ ഡോറിൻ്റെ സ്റ്റാൻഡേർഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 30 to 36 ഇഞ്ചസ് ആണ്. ഇവിടെ എത്രയുണ്ട്? 42 ഇഞ്ചസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തൂടെ നമുക്കൊരു വീൽ ചെയർ കയറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ വീൽ ചെയറിന് ശരിക്കും എത്ര മതി? 32 ഇഞ്ചസോളം വിഡ്ത്ത് മതി. അപ്പോൾ നമുക്ക് ഈ 42 ഇഞ്ചസ് ഉള്ള ഡോറിൽ കൂടെ വീൽ ചെയർ നമുക്ക് കംഫർട്ടബിളായിട്ട് എൻട്രി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? ഇതിൻ്റെ ആൻസർ യെസ് എന്ന് പറയാം. This door width is comfortable and a person using a wheelchair should be able to enter easily without difficulty. അടുത്ത ക്വസ്റ്റ്യൻ, if B1 0,1.5 and B2 0,4 represent the ends of the bathroom door, is the bathroom door narrower or wider than the room door? അപ്പോൾ ബാത്റൂം ഡോറ് റൂം ഡോറിനെ കാട്ടിൽ നാരോവർ ആണോ വൈഡർ ആണോ എന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ B1ഉം B2ഉമാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതാ ഇവിടെ ഒന്ന് നോക്കാം. നമുക്ക് y ആക്സിസിലാണ് B1ഉം B2ഉം തന്നിട്ടുള്ളത്. ഇതാണ് B1, ഇതാണ് B2. അപ്പോൾ B1 എന്ത് വരും? എക്സ് ആക്സിസ് 0 ആണ് കേട്ടോ. വൈയിലാണ് നമ്മുടെ പോയിൻറ്റ്സ് ലൈ ചെയ്യുന്നത്, അതുകൊണ്ട് എക്സ് ആക്സിസ് 0 വരും. വൈയിൽ 1.5. B2 എന്ത് വരും? 0,4 വരും. അപ്പോൾ ഇതിൻ്റെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? 4ൽ നിന്ന് 1.5 സബ്ട്രാക്ട് ചെയ്യണം. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ B1 ആൻഡ് B2 ഈസ് ഈക്വൽ ടു 4 minus 1.5, that is 2.5 units. ഓക്കെ, നമുക്ക് റൂം ഡോറിൻ്റെ വിഡ്ത്ത് എത്രയായിരുന്നു? 3.5 യൂണിറ്റ്സ് ആയിരുന്നു. അപ്പോൾ 2.5 യൂണിറ്റ്സ് ഈസ് ലെസ് ദാൻ 3.5 യൂണിറ്റ്സ്. ദ ബാത്റൂം ഡോർ ഈസ് നാരോവർ ദാൻ ദി റൂം ഡോർ അല്ലേ? അപ്പോൾ നമുക്കിവിടെ ഇതിൻ്റെ ആൻസർ എന്ത് പറയാം? ബാത്റൂം ഡോർ ഈസ് നാരോവർ ദാൻ ദി റൂം ഡോർ എന്ന് പറയാം. ഓക്കെ, മനസ്സിലായല്ലോ? ബാത്റൂം ഡോറ് 2.5ഉം റൂം ഡോറ് 3.5ഉമാണ് വിഡ്ത്ത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഫസ്റ്റ് എക്സസൈസ് ഫുള്ള് കഴിഞ്ഞു. ഇനി ബാക്കി പോർഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.